ഹേ ഓൾ നമ്മളിന്നൊരു സിമ്പിൾ സ്ക്രാമ്പിൾഡ് എഗ്സിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവോള ചോപ്പ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കണം. ഒരു 3ഓ 4ഓ ഗ്രീൻ ചില്ലി കൊടുക്കുക. ഇവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് വളരെ എരിവ് കുറഞ്ഞ കാരണമാണ് ഒരു 3-4 എണ്ണം എടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി, പിന്നെ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട്. ഇത്രയാണ് ആവശ്യം. അപ്പോൾ സവോള ഉണ്ട്, പച്ചമുളകുണ്ട്, കുറച്ച് വേപ്പില, പിന്നെ ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാൻ ചൂടാക്കാൻ നോർമലി ചെയ്യാറുള്ള പ്രൊസീജിയർ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള, പിന്നെ വേപ്പില. ഈ 3ഉം ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇത് 3ഉം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രമാണ് പിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ മുളക് കാണുമ്പോൾ കുറേ തോന്നുന്നുണ്ടെങ്കിലും തീരെ എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് കുറേ എണ്ണം എടുത്തേക്കുന്നത്. തീരെ എരിവില്ല. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലെ ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഈ ഐറ്റംസിൻ്റെ എമൗണ്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായ സവോള ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒനിയൻ ഒരു ബ്രൗണിഷ് കളറാവുന്ന വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നമ്മൾ എഗ്ഗ് റെഡിയാക്കാം. നമ്മളിവിടെ ഒരു മീഡിയം സൈസിലുള്ള 5 എഗ്സാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമ്മൾ മറ്റേ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം ഹോൾ ടോട്ടൽ ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്കാണ് ആഡ് ചെയ്യുന്നത്. സോ അതിട്ട് കൊടുത്തു. ഇപ്പോൾ ഇത് ഓൾറെഡി ബ്രൗൺ കളർ ആയപ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാരറ്റും ഗ്രേറ്റഡ് കോക്കനട്ടും ഇട്ട് കൊടുത്തു. ക്യാരറ്റ് ചോപ്പ് ചെയ്യുന്ന ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ബിക്കോസ് അത് ചോപ്പറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അത് വളരെ കുഞ്ഞായിട്ട് വേണം. പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ സ്പൈസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആകെ ഗ്രീൻ ചില്ലിയുടെ സ്പൈസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ല റെസിപ്പിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ടേർമറിക് പൗഡർ ഇപ്പോൾ നമ്മൾ ഇട്ടു. ഒരു സ്പൂണ് ഉള്ള അളവിലുള്ളത് ഇത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സ്ചർ എന്ന് പറയാൻ പറ്റില്ല, എഗ്ഗും പ്ലസ് സോൾട്ട് മാത്രമുള്ള അത് നമ്മൾ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഈ കാണുന്ന പോലെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരുവിധം എഗ്ഗ് ഉള്ളിലത്തെ കുക്കായി എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ 10-15 മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് എഗ്ഗ് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. കുറേ കുഞ്ഞാക്കരുത്, കാരണം ഇപ്പോൾ എഗ്ഗിൻ്റെ ടേസ്റ്റ് പോവും. ഇപ്പോൾ ഓൾമോസ്റ്റ് വെജിറ്റബിൾസ് ഒക്കെ കുക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് മാക്സിമം എന്ത് ചെയ്യാം, ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.